ഇതാണ്ട് രതീഷ്, ദിനേഷ്, മറ്റ് കലാകാരന്മാരെ സുഹൃത്തുക്കളെ വല്ലാത്ത അനുഭവമായി, വല്ലാത്ത ഒരു മാനസിക അനുഭവമാണ്. തോപ്പിൽ ഭാസി തിയേറ്റേഴ്സ് എന്ന പേരിൽ ഒരു കേന്ദ്രം നമുക്കുണ്ടാവുക. അവിടെ നമ്മുടെ ഗ്രാമത്തിൽ തന്നെ 10-20 പേർ പുതിയ നാടക പരീക്ഷണങ്ങളിലേക്ക് പോകും. ഒരു വല്ലാത്ത അനുഭവമാണ്. യഥാർത്ഥത്തിൽ രതീഷിനോട് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ യഥാർത്ഥ നവോത്ഥാനം സാംസ്കാരിക പ്രസ്ഥാനങ്ങളിലെയും നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും ഭാഗം മാത്രമല്ല, കേരളത്തിലുണ്ടായ നാടക പ്രസ്ഥാനമാണ് കേരളത്തിലുടനീളം നവോത്ഥാനത്തിലേക്കുള്ള മലയാളികളുടെ യാത്രയിൽ അക്ഷരാർത്ഥത്തിൽ മലയാളികളെ സംഘടിപ്പിക്കുകയും അവരെ പ്രക്ഷോഭജനകമായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും പാട്ടമാക്കിയും മറക്കുടയ്ക്കുള്ളിലെ മഹാനരകവും ഇജ്ജ് നല്ല മനുഷ്യനാക്കാൻ നോക്ക് ഋതുമതി, അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ തീരാത്ത വിധം മലയാളത്തിൻ്റെ നവോത്ഥാന അനുഭവങ്ങളുടെ മുമ്പിൽ ലോകം കണ്ട ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പോരാട്ടങ്ങളിലേക്ക് മലയാളിയെ നയിച്ചതിൻ്റെ പിന്നിൽ നാടക പ്രസ്ഥാനത്തിൻ്റെ കരുത്തിട്ടുള്ള കരങ്ങളുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം. അതിലേറ്റവും പ്രധാനപ്പെട്ട റോൾ നിർവഹിച്ച ഇതിഹാസതുല്യനായിട്ടുള്ള ഒരു നാടകകൃത്താണ് MLA-യും ജനപ്രതിനിധിയും വലിയ അടുത്ത വിപ്ലവകാരിയായ കമ്മ്യൂണിസ്റ്റും ഒക്കെ ആയിരിക്കുമ്പോഴും നാടകങ്ങൾ ഏറ്റവും ഗംഭീരമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. തൃശ്ശൂരിൽ ഞങ്ങളൊരു പുതിയ അനുഭവം ഉണ്ടാക്കി. ദീർഘമായൊരു കാലത്തിന് ശേഷം വന്നേരിയിൽ ചേർന്ന, എത്രയോ വർഷക്കാലം മുമ്പ് വന്നേരിയിൽ ചേർന്ന കർഷക പ്രസ്ഥാനത്തിൻ്റെ ഒരു സമ്മേളനം അവതരിപ്പിക്കാൻ നിൽക്കുന്ന നേരത്ത്, അന്ന് പാർട്ടി സമ്മേളനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടി സമ്മേളനങ്ങളിൽ ഒരു നാടകവും ഒരു കഥാപ്രസംഗവും ഒക്കെയാണ്. അവിടെ വന്നേരി എന്ന പ്രദേശത്ത് പൊന്നാനി താലൂക്കിലെ കർഷക സമ്മേളനം നടക്കുന്ന നേരത്ത് ആ യോഗത്തിൻ്റെ സംഘാടക സമിതിയിൽ വന്നിരുന്ന TMS ഈ കർഷക സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടൊരു നാടകം അവതരിപ്പിക്കണം എന്ന് നിശ്ചയിച്ചു. നാടകം എഴുതാൻ ഒരാളൊന്നും മുമ്പിലില്ല. TMS ഒരു മടിയും കൂടാതെ അതുവരെ ഒരു നാടകം പോലും എഴുതിയിട്ടില്ലാത്ത കേദാമോദരൻ എന്ന മനുഷ്യനുൾപ്പെടെയുള്ള പുസ്തകങ്ങളിലൂടെ ഇന്ത്യയുടെ ആത്മാവിലൂടെ ലോകത്തെ തന്നെ മലയാളിക്ക് പരിചയപ്പെടുത്തിയ, അഥവാ മലയാളിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ദൈക്ഷാശാലിയായിട്ടുള്ള എഴുത്തുകാരനോട് നിങ്ങളൊരു നാടകം തയ്യാറാക്കണം ഈ വന്നേരി സമ്മേളനത്തിലേക്ക് എന്നാവശ്യപ്പെട്ടു. അങ്ങനെയാണ് പാട്ടവാക്കി എന്ന വലിയ നാടകം ഉണ്ടായത്. പാട്ടവാക്കി വീണ്ടും ഇപ്പോൾ സ്റ്റേജുകളിൽ അരങ്ങിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോവുക. ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാകും. ഈ നാടകത്തിനും അതിന് തുല്യമായിട്ടുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു പാരമ്പര്യം തിരുക്കൊച്ചി സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി തോപ്പിൽ ഭാസി എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു നാടകം, അതിൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ട് പുതിയ കലാകാരന്മാർ അനുഭവിപ്പിക്കുന്ന ഒരു അസാമാന്യമായിട്ടുള്ള യഥാർത്ഥത്തിൽ തോപ്പിൽ ഭാസിയുടെ നാടകങ്ങളാണ്, അല്ലെങ്കിൽ കേരളത്തിലെ KPSC പ്രസ്ഥാനം അവതരിപ്പിച്ച നാടകങ്ങളാണ് കേരളത്തിൻ്റെ നിലവിലുള്ള നാടക സങ്കേതങ്ങളെയാകെ മാറ്റിമറിച്ചത്. ചവറയിലെ നാടക കൊട്ടകയിൽ ആദ്യമായി തോപ്പിൽ ഭാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം അവതരിപ്പിച്ചതിനെ കുറിച്ചിട്ട് വളരെ സവിസ്തരമായി ONV കുറിപ്പ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ONVയും ഭാസ്കരൻ സാറും തോപ്പിൽ ഭാസിയും അടക്കമുള്ള ടീമാണ് അന്ന് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൻ്റെ ആദ്യാവതരണത്തിൻ്റെ തുടക്കം കൊടുക്കുന്നത്. നിർഭാഗ്യവശാൽ തോപ്പിൽ ഭാസി ഒടുവിലാണ്. അദ്ദേഹത്തിന് ഈ പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് വരാനുള്ളൊരു സാഹചര്യമില്ല. ചവറയിലെ നാടക കൊട്ടകയിൽ ഒരു പുതിയ നാടക സംവിധാനത്തെ, സങ്കേതത്തെ പരിചയപ്പെടുത്തുകയാണ്. യവനിക ഉയർന്നപ്പോൾ ഏതാണ്ട് 800ഓളം വരുന്ന നാടക കൊട്ടയിലെ കാണികൾ പ്രതീക്ഷിച്ചത് കിന്നരി തലപ്പാവ് വെച്ച് തമിഴ് പാട്ടുപാടി ഉടവാൾ ഊരി നീട്ടിപ്പിടിച്ച് രംഗപ്രവേശം ചെയ്യുന്ന സുന്ദരനായിട്ടുള്ള ഒരു രാജകുമാരനാണ്. പക്ഷെ അവർ തമിഴ് പാട്ട് കേട്ടില്ല, രാജകുമാരനെ കണ്ടില്ല. ഉയർന്ന തിരശീലയ്ക്ക് പിന്നിൽ ശരീരത്തിൽ അല്പവസ്ത്രം മാത്രം ധരിച്ച പരമപിള്ള എന്ന പരമസ്വാത്വികനായിട്ടുള്ള ഒരു കൃഷിക്കാരൻ ഒരു ഓലക്കൊടി പിടിച്ച് വേദിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നടന്നപ്പോൾ തന്നെ കാണികൾ അന്താളിച്ചു. നിലവിലുള്ള പാട്ടില്ല, തമിഴ് പാട്ടില്ല, രാജകുമാരനില്ല, വേദിയിൽ അലങ്കാരമില്ല. അക്ഷരാർത്ഥത്തിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ ഒരു പുതിയ പരീക്ഷണമായി. ഭാസ്കരൻ സാറ് പിന്നെ ONV കുറിപ്പ് അത് പറയുന്നത് നേരിട്ടടുത്തിരുന്ന് കേൾക്കാൻ അവസരം ഉണ്ടായ ഒരാളാണ് ഞാൻ. ONV കുറിപ്പ് വില്യം ഭാർഗവനോട് പറയുകയാണ്, ഈ നാടകം അവസാനിപ്പിച്ച് തിരശ്ശീല താഴുകയാണ്. ഒരു പുതിയ നാടകാനുഭവം തീരുമ്പോൾ കാണികൾ എങ്ങനെ സ്വീകരിക്കുമെന്നറിയാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഭാർഗവ. ആ നേരത്ത് യവനിക വീണു. 1 മിനിറ്റ് നേരം കയ്യടി പോയിട്ട് ഒരു ശബ്ദവും ഒരനക്കവുമില്ല. മുട്ടുസൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. ഞാൻ ഭാസ്കരൻ്റെ കയ്യിൽ പിടിച്ചു.
പരാജയപ്പെട്ടല്ലോ ഭാസ്കര എന്ന വാക്ക് പൂർണ്ണമാക്കുന്നതിന് മുമ്പ് കയ്യടിക്ക് പകരം നാടകം കേട്ടിരുന്ന 1000-ഓളം കാണികൾ എഴുന്നേറ്റ് നിന്ന് മുഷ്ടി ചുരുട്ടി ആകാശത്തിലേക്ക് എറിഞ്ഞ് ഇൻകുലാം സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചു. ഒരു നാടകം അങ്ങനെയാണ് ജനഹൃദയങ്ങളിൽ പകരിക. വെന്റിലേറ്റർ നിങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ്. തോപ്പിൽ ബാസി ഒരുപക്ഷെ വെന്റിലേറ്റർ എഴുതിയ കാലത്തിൽ നിന്ന് കാലം ഒരുപാട് മാറി, ആശയങ്ങൾ ഒരുപാട് മാറി, സാഹചര്യങ്ങൾ ഒരുപാട് മാറി, യാത്രാ സൗകര്യങ്ങളിൽ ഒരുപാട് മാറി, ഒളിവിലിരിക്കാനുള്ള ഷെൽട്ടറുകൾ പുതിയതായി രൂപീകരിക്കപ്പെട്ടു, പുതിയ സങ്കേതങ്ങളും സാധ്യതകളുമാണ്. പക്ഷേ നാം ഇവിടെ അടയാളപ്പെടുത്തുന്നത് ഒരു കാലത്തെയാണ്. യഥാർത്ഥത്തിൽ ഒരു നാടകത്തിന്റെ കലാരൂപത്തെ അവതരപ്പെടുത്തുന്നതോടൊപ്പം തന്നെ 52-ൽ തിരുക്കൊച്ചിയുടെ സമ്മേളനത്തിന് തോപ്പിൽ ബാസി ഈ നാടകം അവതരിപ്പിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന കേരളം എന്തായിരുന്നുവെന്നും ആ കേരളത്തിന്റെ മാറ്റത്തിനു വേണ്ടി നാട്ടിൽ പോരാട്ടം നടത്തിയവരുടെ വീര്യം ഉൾക്കൊണ്ട വിപ്ലവ ബോധം എന്തായിരുന്നുവെന്നും അക്ഷരാർത്ഥത്തിൽ അത് പകർത്താൻ കഴിയുന്ന വിധത്തിൽ ആ നാടകത്തിന്റെ അകക്കാമ്പിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്യാൻ പറ്റുന്നവരാണ് നിങ്ങൾ. ചരിത്രപരമായിട്ടുള്ള ഒരു മാറ്റത്തിന്റെ വഴിവെട്ടി തുറക്കാൻ സുധൻ സാറിന്റെ നാമധേയത്തിലുള്ള ഈ കെട്ടിടത്തിലെ മുകളിലത്തെ ഈ മുറി പര്യാപ്തമായാൽ അഭിമാനം നടത്തുന്ന ഒരു വലിയ പരിശ്രമമായിരിക്കും. ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് പുതിയ തലമുറയോട് പറയുന്നത് ഒരു സിനിമാ പേരല്ല, അത് നമ്മുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ആ ഒരു ഓർമ്മപ്പെടുത്തലിൽ ഈ നാടകം കേരളം അഭിമാനത്തോടെ ഏറ്റെടുക്കും. 20-ാം തീയതി അങ്ങനെ ഒരു വലിയ ചരിത്രാനുഭവത്തെ ഏറ്റുവാങ്ങട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് വരാനും കാണാനും ഒക്കെ കഴിയുന്നതിൽ അഭിമാനം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ പോസ്റ്റർ നമുക്ക് എല്ലാവർക്കും കൂടി പ്രസിദ്ധീകരിക്കാൻ അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ വാർത്തകൾ അവസാനിപ്പിക്കുന്നു. ആർട്ടിസ്റ്റുകൾ എല്ലാവരും അഭിനേതാക്കൾ എല്ലാവരും